നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 526 526. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീകൃഷ്ണ കഥാമൃതത്തിൽ ലീലാകാന്ഡം, അതിൽ 19ാമത്തെ സർഗാണെന്ന് പറയേണ്ടത്. വണ്ടി മറിഞ്ഞതിന് പ്രായശ്ചിത്തം. ഗോകുലത്തിൽ ശകടാസുരൻ ഒരു വണ്ടിയുടെ രൂപത്തിൽ വന്നു എന്നാണ് കഥ. അപ്പോൾ അവനെ ഭഗവാൻ വധിച്ചു, മോക്ഷം കൊടുത്തു. അപ്പോൾ അതിന് പ്രായശ്ചിത്തം ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ മുമ്പ് 18ാം സർഗത്തിലെ വാതിൽ പുറപ്പാടും ശകടാസുര വധവും എന്നാണ്. അതിൽ അവസാനത്തെ ശ്ലോകം 43 പറഞ്ഞാൽ നിർത്തിയത്. അതൊന്ന് ഉച്ചരിക്കാം. ഉടൻ തെറിച്ചു ഉരുളുകൾ അച്ചുതണ്ട് തേർക്കുടങ്ങൾ നീ ഭരണികളോട് കിണ്ടികൾ ഉടഞ്ഞിടും ചടപടയോച്ച കേട്ടു വന്നിടുന്നിതാ സകലരും ഉൾഭയത്തോടും എന്നാണ് ആ ശ്ലോകം. അത് കഴിഞ്ഞ് വണ്ടി മറിഞ്ഞ പ്രായശ്ചിത്തം 19ാം സർഗത്തിൽ 1ാമത്തെ ശ്ലോകം നമുക്ക് ശ്രദ്ധിക്കുക. ഉണ്ണിക്ക് ആപത്തു യാതൊന്നും ഇല്ലെന്ന് ഓർത്ത് അവരേവരും മോദിച്ചുകൊണ്ട് അതിൻ മൂലമോരോന്ന് ഊഹിച്ചുരയ്ക്കവേ. നമ്മളെപ്പോലെ തന്നെയാണ്. എന്തെങ്കിലും ഒരു കാര്യം നടന്നാൽ ഉടനെ ഊഹിക്കും എന്തുകൊണ്ടങ്ങനെ വന്നു. മനസ്സിന് ബലമുള്ളവർ ഇതൊന്നും ചെയ്യൂല കേട്ടോ. ഇനി അതും വേണമല്ലോ പറയാം. ഈ മനസ്സിന് ബലം, മനോബലം പറഞ്ഞിട്ടൊന്നുണ്ട്. മനോബലമാണ് ഒരു മനുഷ്യനെ ആ ക്യാരക്ടറാക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ചോര കണ്ടാൽ കൈ വരച്ചാൽ ഡോക്ടേഴ്സ് എങ്ങനെയാണ് ഓപ്പറേഷൻ ചെയ്യുക? ചോദിച്ചതിന് ഉത്തരം നിങ്ങൾ മനസ്സിൽ കാണണം അല്ലേ? അപ്പോൾ ഉണ്ണിക്ക് ആപത്തു യാതൊന്നും ഇല്ലെന്നോർത്തവരെ വരും മോദിച്ചുകൊണ്ട് സന്തോഷിച്ചു. അതിൻ മൂലം ഓരോന്ന് ഊഹിച്ചുരയ്ക്കവേ പറഞ്ഞു. 2ാമത്തെ ശ്ലോകം. കിടാങ്ങൾ കൊഞ്ചിയും കൊണ്ടു ചൊല്ലിനാരൊപ്പം ഇങ്ങനെ ഉണർന്നിവൻ കരഞ്ഞും കൊണ്ടിതേ ചോപ്പാർന്ന കാലിനാൽ ഒരു തട്ടു കൊടുത്തു എന്ന് 3ാമത്തെ ശ്ലോകത്തിലേക്ക് വരികയാണ്. കിടാങ്ങൾ, കൊച്ചുങ്ങളെ കൊഞ്ചിയും കൊണ്ടു ചൊല്ലിനാരൊപ്പം ഇങ്ങനെ, എല്ലാവരും ഒരേ ഐക്യകണ്ഠേന പറഞ്ഞു. ഉണർന്നിവൻ, ഉറങ്ങുന്ന കുട്ടി ഉണർന്നു. എന്നിട്ടോ കരഞ്ഞും കൊണ്ട് ഇതേ ചോർപ്പാർന്ന കാലിനാൽ, അതായത് റോസാപ്പൂതളം പോലെ ചുവപ്പ്, താമരതണ്ട് പോലെ അല്ലെങ്കിൽ താമര ഇതൾ പോലെ ചുവപ്പാർന്ന ആ കുഞ്ഞു കാലൊന്ന് ആകാശത്തേക്ക് എറിഞ്ഞു. കുട്ടികളെ കയ്യും കാലിട്ടിട്ട് കുതിച്ച് കളിക്കും, കുടഞ്ഞ് കളിക്കും. അപ്പോൾ മെല്ലെ ചവിട്ടിയാം വണ്ടി മറിച്ചിട്ടതു തീർച്ചയാം. ഇവൻ്റെ കാലുകൊണ്ടിട്ടാണ് വണ്ടി മറിഞ്ഞത് എന്നുള്ളത് ഐക്യകണ്ഠേന അവർ തീരുമാനിച്ചു. അതാണ് ഭഗവാന്റെ നിശ്ചയം. ഭഗവാൻ ചെയ്തു, ശരിയാണ്. കാലുകൊണ്ട് കാണുന്നു. ഭഗവാൻ ബ്രഹ്മചൈതന്യമാണല്ലോ, അതന്നെയല്ലേ കുട്ടികൾക്കും. അപ്പോൾ ഭഗവാൻ ചെയ്തത് പറയാൻ അവർക്ക് വല്ല വിഷമമുണ്ടോ? ഇല്ല. കുട്ടികൾ കറുപ്പ് വെളുപ്പ് നിറക്ക് വ്യത്യാസം ഉണ്ടാവും, പ്രായ വ്യത്യാസം ഉണ്ടാവും, ഇൻ്റലിജൻസിന് വ്യത്യാസം ഉണ്ടാവും. പക്ഷെ ആത്മാവിന് ബാധകമല്ലല്ലോ. ആത്മാവ് ഇൻടാക്റ്റാണ്. എല്ലാവരിലും ബാലാഗ്രശതഭാഗസ്യ വിസ്തരസേകോ ജീവ. പക്ഷേ അത് യൂസ് ചെയ്യണേൽ നമ്മളൊക്കെ ഫൈനൈറ്റും അതെ, ഭഗവാൻ ഇൻഫിനൈറ്റുമാണ്. നമ്മളൊക്കെ ലിമിറ്റഡ് നോളേജാണ് നമ്മൾക്കൊക്കെ, വിസ്ഡം. പക്ഷെ ഭഗവാനോ സർവജ്ഞനാണ്, പൂർണ്ണമാണ്. അപ്പോൾ പറഞ്ഞു മെല്ലച്ചവിട്ടിയാം വണ്ടി മറിച്ചിട്ടതു തീർച്ചയാം. ആദ്യം ഞാൻ കണ്ടു നീയല്ല ഞാനാണ്, അല്ല കണ്ടു ഞാൻ. അവർ ഭയങ്കര വാശിയിലാണ്. എന്താ
ഇത് പറയുമ്പോൾ നമ്മൾ ആ സന്ദർഭത്തിൽ ഉണ്ടതായിട്ട് നമ്മളൊന്ന് വിചാരിച്ച് നോക്കിയിട്ട് വായിക്കുമ്പോഴാണ് ഈ കുട്ടികളുടെ എന്തൊക്കെയാണ് പറഞ്ഞത്. ആദ്യം ഞാൻ കണ്ടു നീയല്ല ഞാനാണ്, അല്ല അല്ല കണ്ടു ഞാൻ. പൈതങ്ങളെന്തോ വെറുതെ ചൊൽകയാം. ഗോപർ ഈ വിധം കാപട്യം കാണിക്കാത്ത കിടാങ്ങളുടെ വാക്കുകൾ. അതാണ് ഇതൊക്കെ നമ്മൾക്ക് ഗുണപാഠങ്ങളാണ്. കുട്ടികൾ എന്തു പറഞ്ഞാലും നമ്മൾ വിശ്വസിക്കണം. കുട്ടികൾ നുണ പറയില്ല. പൈതങ്ങൾ കുട്ടികൾ എന്തോ വെറുതെ ചൊൽകയാം എന്ന് ചിലവർ ധരിച്ചു. ഗോപർ ഈ വിധം കാപട്യം കാണിക്കാത്ത കിടാങ്ങളുടെ വാക്കുകൾ വിലവെച്ചില്ല പലതും. ഗോപന്മാരെ സാരല്ല, കുട്ടികളെന്തോ പറഞ്ഞു, അത്രേ ഉള്ളൂ. പലതും ചിന്തിക്കും ബുദ്ധിശാലികൾ, യുക്തിയില്ലായ്കലം മട്ടിൽ വിശ്വസിക്കും മനീഷികൾ. യുക്തി കൊണ്ടൊന്നുണ്ട്, സാങ്കേതികമായിട്ടുള്ള വിദ്യകൾ അല്ലേ, ബുദ്ധിപരമായിട്ടുള്ള വിദ്യകൾ. പിന്നെ വേവ് ലെങ്ത് മാച്ച് ചെയ്യും ചിലവർക്ക്. ഞാനും നിങ്ങളും ചെയ്യുന്ന ഓരോ കർമ്മത്തിനും ഒരു ലോജിക്ക് വേണം, ഒരു ബേസ് വേണം. അല്ലാണ്ട് ഒന്നും നമ്മൾ പറയാനും പാടില്ല, ചെയ്യാനും പാടില്ല. യുക്തിയില്ല അഖിലം മട്ടിൽ വിശ്വസിക്കും മനീഷികൾ, ഊഹിപ്പാൻ പോലുമാകാത്തൊരുണ്ണിതൻ ബലം മാവിധം അറിഞ്ഞില്ല ആരും അന്നേരം സംശയം പൂണ്ടു ഗോപികൾ. എപ്പോഴും പുരുഷന്മാരെക്കാൾ സ്ത്രീകളെക്കാണ് ഇൻ്റലിജൻസ് എന്നുള്ളത് നമ്മൾ വിട്ടുകൊടുക്കണം. ദാറ്റ് ഈസ് ദി ട്രൂത്ത്. ഏതൊരു വീട്ടിലും പുരുഷന്മാരെക്കാൾ ഇൻ്റലിജൻസ് വീണ്ടും വിചാരം സ്ത്രീകൾക്കാണ്. ഇത് പറഞ്ഞാൽ ഞാൻ ഒരു പുരുഷ എന്താ പറയുക നിഷേധിയല്ല കേട്ടോ. ഇല്ലേ, നമ്മൾക്ക് തെറിസിന് ഒരു അപ്പവാക്യമുണ്ട്. ഏതൊരു പുരുഷൻ്റെ നല്ല കാര്യങ്ങൾക്കും പിന്നിൽ ആ പുരുഷൻ്റെ പിന്നിൽ പാറ പോലെ ഒരു സ്ത്രീ ഉണ്ടാവുന്നു. അതാണ് ശരി. അത് അമ്മയാവാം, പെങ്ങളാവാം, ഭാര്യയാവാം എന്ന് ഒഴുക്കം മട്ടിൽ പറഞ്ഞാൽ പോരാ. അവരാണല്ലോ കൂടുതൽ കാലം നമ്മുടെ ഒപ്പം ഉണ്ടാവുക. അച്ഛനമ്മയേക്കാൾ കൂടുതൽ ഒപ്പം ആരുണ്ടാവുക? ഭാര്യ ഉണ്ടാവുക. അത് സമ്മതിച്ചു കൊടുക്കണം. അത് വിചാരിച്ചിട്ട് അവരെന്ത് ചെയ്യണം? പതി പരമേശ്വർ ഹേ എന്നുള്ള വിചാരം അവർക്കും വേണം. പതി തന്നെ നോക്കി വളർത്തുന്ന ആള് പരമേശ്വര ഹേ എന്ന് പറഞ്ഞാൽ അവർ പരമേശ്വരിയാണെന്ന് നമ്മൾ പറഞ്ഞാൽ അവർക്ക് പിന്നെ പരമേശ്വരനല്ല എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ ഉണ്ടല്ലോ. ചൈതന്യത്തിനാണ് പെണ്ണെന്നുള്ള വ്യത്യാസമില്ല. അപ്പോൾ അവരെന്താ വിചാരിച്ചത്? അല്ല, അവരുടെ വിചാരം എന്താ? ഊഹിപ്പാൻ പോലുമാകാത്തൊരുണ്ണിതൻ ബലം മാവിധം അറിഞ്ഞില്ല ആരും അന്നേതും സംശയം പൂണ്ടു ഗോപികൾ. വല്ലാതെ കരയും കുഞ്ഞിനെന്തോ ബാധിച്ചിതോർക്കയാൽ. എന്താ ഇപ്പോൾ കുട്ടി ഈ ഇൻസിഡൻ്റ് ഉണ്ടായതിൻ്റെ ശേഷം എപ്പോഴും കരയുന്നുണ്ടല്ലോ, വല്ലാതെ കരയുന്നുണ്ടെന്നാ. വല്ലാതെ കരയും കുഞ്ഞിനെന്തോ ബാധിച്ചത് ഓർക്കയാൽ യശോദ നൂൽ ജപിപ്പിച്ചു കെട്ടിച്ചു മുലയേകിനാൾ. ഒരു ബ്രാഹ്മണനെ കൊണ്ട് ചരട് ജപിച്ച് കെട്ടിച്ചു, എന്നിട്ട് മുല കൊടുത്തു. പലരും വന്നു പൊങ്ങിച്ചു വണ്ടി മുമ്പത്തെ മാതിരി ശരിക്കൊപ്പിച്ചു വെപ്പിച്ചു പുണ്യാഹാദികൾ വിപ്രരാൽ. അപ്പോൾ വണ്ടി മറിഞ്ഞൂലോ. അപ്പോൾ അതൊക്കെ ഡിസ്മാൻഡിൽ ആവുന്നതാണ് ഈ കാളവണ്ടിയൊക്കെ. ആ വീലിൽ ഒരു കീലകം ഇട്ടിട്ടുണ്ടാവും. അത് പറയുമ്പോൾ നമ്മളൊരു കഥ ആലോചിക്കണം. പണ്ട് ദശരഥ മഹാരാജാവ് ദേവേന്ദ്രനൊപ്പം ദേവതകൾക്ക് വേണ്ടി അസുരന്മാരായിട്ട് യുദ്ധം ചെയ്യേണ്ടി വന്നപ്പോൾ മഹാരാജാവിൻ്റെ രഥത്തിൻ്റെ ചക്രത്തിലത്തെ ഈ കീലകം, ഈ ആണിപ്പോയി. അപ്പോൾ കൈകേയി ഉണ്ടായിരുന്നു കൂടെ, യുദ്ധത്തിൽ സാമർഥ്യമുള്ളവളാണ്. അവൾ വിരലിട്ടിട്ട് വണ്ടി ഓടിച്ചു എന്നാണ്. അതൊരു കഥയാണ്. അന്ന് ആണ് ഇദ്ദേഹം പറഞ്ഞത്, നിനക്ക് ഞാൻ 2 വരം തരാം. അപ്പോൾ അവൾ പറഞ്ഞു, ആവശ്യമുള്ളപ്പോൾ ചോദിച്ചോളാം. ഈ കഥകളൊക്കെ നമുക്ക് അപ്പോൾ ഇത് ഓർമ്മ വരണം നമുക്ക്. എനിക്ക് ഓർമ്മ വന്നു, സത്യം. അതാണ് പ്രശ്നം.
അല്ലെങ്കിൽ അതാണ് എൻ്റെ നന്മ, ഈശ്വരൻ എനിക്ക് തന്നിട്ടുള്ളൊരു വരദാനം. അപ്പം എന്താ ഉണ്ടായത്, പലരും വന്ന് പൊങ്ങിച്ചു, വണ്ടി മുമ്പത്തെ മാതിരി ശരിക്കും ഒപ്പിച്ചു വെപ്പിച്ചു. ചക്രങ്ങളൊക്കെ അതിൻ്റെ വിളിച്ച് കീലകങ്ങളൊക്കെ ഇട്ട് അച്ചുതണ്ടൊക്കെ ഉറപ്പിച്ചു. എന്നിട്ടോ ശരിക്കും ഒപ്പിച്ച് വെപ്പിച്ചു. പുണ്യാഹം നടത്തി. വിപ്രരാൽ, വേദം പഠിച്ചിട്ടുള്ള ബ്രാഹ്മണരെ കൊണ്ട്. പിന്നെയോ ചെയ്യിച്ചാർ, അത് തങ്ങൾക്ക് വലുതാം കാര്യമാകയാൽ അഹങ്കാരം, പരദ്രോഹം, ദുരദംഭം, അസൂയയും അകന്നുള്ളവർ ചെയ്തിടും കർമ്മം നിഷ്ഫലമായി വരാ. എന്താ ഇപ്പം പറഞ്ഞതിനർത്ഥം? വിപ്രരാൽ, പുണ്യാഹാദികൾ വിപ്രരാൽ ചെയ്യിച്ചാർ, അത് ഞങ്ങൾക്ക് വലുതാം കാര്യമാകയാൽ അഹങ്കാരം, പരദ്രോഹം, ദുരാലംഭം, അസൂയയും അകന്നുള്ളവർ ചെയ്തിടും കർമ്മം നിഷ്ഫലമായി വരാൻ. ഇത് വലിയൊരു ഗുണപാഠമാണ്. ഈ ദോഷങ്ങൾ വെച്ചിട്ട് നമ്മൾ ഭാഗവതം പഠിച്ചിട്ടോ ശ്രീകൃഷ്ണലീലാമൃതം കേട്ടിട്ടോ കാര്യമില്ല. നമ്മുടെ ശത്രുക്കളെ ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് പറഞ്ഞത്, അർജുന നീ നിൻ്റെ ശത്രുക്കളെ കൊല്ലുക എന്ന് പറയുമ്പോൾ നിന്നിലുള്ള ശത്രുക്കളെന്നാ. ഏതൊക്കെ ആണ്? അഹങ്കാരം, പരദ്രോഹം, ദുരാദംഭം, അസൂയയും അകന്നുള്ളവർ ചെയ്തിടും കർമ്മം നിഷ്ഫലമായി വരാ. ഞാനും നിങ്ങളിലും എത്ര പേര് ഈ ഗുണദോഷങ്ങളില്ലാത്ത ഗുണങ്ങളുള്ളവരുണ്ട്, അവർ ചെയ്യുന്ന കർമ്മം ഫലിക്കും എന്നോർത്ത് അന്തണരെ കൊണ്ട് നന്ദൻ വിജ്ഞാനവാരിധി. ഈ നന്ദഗോപരാരാ? വിജ്ഞാനവാരിധി, സമുദ്രം പോലെ അറിവുള്ള ആളാ, വിശേഷപ്പെട്ട ജ്ഞാനമുള്ള ആളാ. അപ്പോൾ പറഞ്ഞു, അപ്പോൾ അസൂയയും അകന്നുള്ളവർ എന്ന വാക്കാണ്. ഈ ദോഷങ്ങളില്ലാത്തവരെ ചെയ്തിടും കർമ്മം നിഷ്ഫലമായി വരാ എന്നോർത്ത് അന്തണരെ കൊണ്ടു നന്ദൻ വിജ്ഞാനവാരിധി ചെയ്യിച്ചാൻ പുണ്യകർമ്മങ്ങൾ ഉണ്ണിക്ക് ആപത്ത് അകന്നിടാൻ. ഉണ്ണിക്ക് ആപത്തുകൾ വരാത്ത രീതിയിൽ സംരക്ഷിക്കാൻ വേണ്ടി പുണ്യാഹം നടത്തി, കയ്യിലെ ചരട് ജപിച്ചു കൊടുത്തു. എന്നിട്ടോ എന്നല്ല അത് മാത്രമല്ല പിന്നെന്ത്? എന്നല്ല ഗോകുലാധീശൻ ഏവർക്കും പായസാദികൾ വിളമ്പിടുന്നു താൻ തന്നെ. പായസം ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും കൊടുക്കുക. ഈ മധുരമുള്ള പദാർത്ഥം കഴിക്കുമ്പോൾ ഇത് ആരുടെ? എന്താ വിശേഷം? അപ്പോൾ അത് താൻ തന്നെ കൊടുക്കും വേണം. ഇപ്പോൾ ശരിക്ക് പിറന്നാളിനൊക്കെ എന്താ ചെയ്യേണ്ടത്? 500, 750, 1000 രൂപയുടെ കേക്ക് വാങ്ങി മുറിക്കല്ല വേണ്ടത്. സനാതന ധർമ്മിസ്റ്റുകൾ 1000 രൂപയ്ക്ക് അമ്പലത്തിൽ പായസം വയ്ക്കുക. ഉഷപൂജയ്ക്ക് തന്നെ പായസം വെക്കണമെന്ന് പറയുക. ഉഷപൂജയ്ക്ക് പായസം ഉണ്ടാക്കി എത്ര വലിയ ക്ഷേത്രമാണെങ്കിലും എത്ര ചെറിയ ക്ഷേത്രമാണെങ്കിലും ആരാണ് യജമാനൻ, ആരാണ് പായസം ഉണ്ടാക്കാൻ കാശ് കൊടുത്തിട്ടുള്ളത്, അവരെ ഈ പായസം കുറച്ച് ചെറിയ ഗ്ലാസ്സുകളൊക്കെ ഉണ്ടാക്കി ഒരു കയ്യിലൊക്കെ വെച്ച് ഒരു വേറൊരു പാത്രത്തിൽ കുറച്ച് വെള്ളമൊക്കെ വെക്കണം. എന്തിന്? ആൾക്കാർ തൊഴുത് പോണവർക്ക്, തൊഴാൻ വരുന്നവർക്കല്ല, തൊഴുത് പോകുന്നവർക്ക് പായസം കൊടുക്കുക, കുറേശ്ശെ ഗ്ലാസ്സിൽ കൊടുക്കുക. അപ്പോൾ അവർക്ക് കൈ കഴുകണമെങ്കിൽ കൈ കഴുകാം. ഒരു വലിയൊരു നീല കവറും കൊണ്ടുപോവുക. എന്തിനാ? ഈ കുടിച്ച പായസത്തിന് കവർ ഇതിലിടാൻ വേണ്ടിയിട്ട്. എന്താ അങ്ങനെ ചെയ്ത ഗുണം? നമ്മളറിയാത്തവരും അറിയുന്നവരാകുന്ന മഹാനുഭാവന്മാർ, സ്ത്രീകളും പുരുഷന്മാരും പല പ്രായക്കാരും കുട്ടികളും, അതാണ് പ്രധാനം, കുട്ടികളും ഈ പായസം നുണയുമ്പോൾ അവരുടെ ഒരു ആത്മസംതൃപ്തി, ഈ പായസം ആരാണ് ഓഫർ ചെയ്യണത് അവർക്ക് കിട്ടും. അതിപ്പോൾ പിറന്നാളിന് മാത്രമല്ല, ശ്രാദ്ധ ദിവസം വേണ്ട, അത് ആൾക്കാർക്ക് ഇഷ്ടമില്ല. ജന്മദിവസം, ഇപ്പോൾ അച്ഛൻ മരിച്ചിട്ട് 50 കൊല്ലമായി വിചാരിച്ചാലും അച്ഛൻ്റെ പേരിൽ കുറച്ച് പായസം ഉണ്ടാക്കിയിട്ട്
നമ്മൾ തന്നെ കൊടുക്കണം. വേറെ ആളെ ഏൽപ്പിക്കരുത്. ഏൽപ്പിച്ചാൽ അതിൻ്റെ രസം പോയി. ഇന്ന് എൻ്റെ അച്ഛൻ്റെ ജന്മദിനമാണ്. പ്രൗഡ് ഫീൽ ചെയ്യണം. ഇനി ആരെങ്കിലും വാങ്ങാൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണ്ട, നമുക്കെന്താ. അതായത് എങ്ങനെയെങ്കിലും അത് മറ്റുള്ളവർക്ക് എത്തിക്കണം. നമ്മൾ മാത്രം കഴിക്കുകയല്ല വേണ്ടത്. ഇതാണ് ഈ പറഞ്ഞതിൻ്റെ ഒരു ഗുണപാഠം. അപ്പോൾ വിളമ്പിടുന്നു താൻ തന്നെ പൈതലിൻ നന്മയോർപ്പവൻ, സർവരും കുഞ്ഞിന് ആയുസ് തൊട്ടുള്ളവ സമസ്തവും നൽകിയിടുവാൻ ഈശ്വരനെ പ്രാർത്ഥിച്ചും കൊണ്ടുപോകയാം. അപ്പോൾ പായസം കഴിച്ചവരൊക്കെ ആരാണ് ഇതിന് ഉത്തരവാദി? അവർക്ക് നന്മ വരട്ടെ എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കും. അല്ലെങ്കിൽ അവരുടെ അന്തര്യാമിയായിരിക്കുന്ന ഭഗവാൻ നമുക്ക് അനുഗ്രഹം തരാതെ ഉണ്ടെങ്കിൽ ഈ വ്യക്തികളെ ശരീരമാണ് ആത്മാവ് എന്നുള്ള ഒരു അഹങ്കാരം കൊണ്ട് ചിലപ്പോൾ ഒന്നും പറഞ്ഞു എന്ന് വരില്ല. പക്ഷെ അവരുടെ ഉള്ളിലുള്ള ദൈവിക സമ്പത്ത് നമ്മൾക്ക് വരം തരാതെ ഉണ്ടെങ്കിൽ, അനുഗ്രഹം തരാതെ ഉണ്ടെങ്കിൽ. അപ്പോൾ അടുത്ത ശ്ലോകം എന്താ പറഞ്ഞത്? അഴകാൽ അമ്പോടെ ഏവർക്കും കണ്ണിനാനന്ദമേറ്റിയും. ഈ കൃഷ്ണൻ്റെ സ്ഥിതിയാണ് പറഞ്ഞത്. അഴകാൽ സൗന്ദര്യം കൊണ്ട്, അമ്പോട് സ്നേഹം അല്ലെങ്കിൽ ദയാദാക്ഷിണ്യം കൊണ്ട്, ഏവർക്കും കണ്ണിനാനന്ദമേറ്റിയും. ഏവർക്കും, ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര സ്ത്രീ പുരുഷ എന്നുള്ള വ്യത്യാസമൊന്നുമില്ല, ഉള്ളവൻ ഇല്ലാത്തവൻ എന്നുള്ള വ്യത്യാസമില്ല. ഇതാണ് നമ്മൾ മനസ്സിൽ ഉറയ്ക്കേണ്ടത്. ഞാൻ എന്തിനാണ് ഇത് എല്ലാം എപ്പോഴും പറഞ്ഞത്? നിങ്ങൾക്കൊക്കെ അറിയുമായിരിക്കാം. എനിക്ക് എൻ്റെ മനസ്സിൽ ഭേദഭാവന വരരുതേ ഭഗവാനെ എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. എൻ്റെ ഗുരുനാഥനാണ് സത്യം. ഗുരുനാഥൻ എൻ്റെ ഒപ്പം ഇരിക്കണം, എൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നുണ്ട് അല്ലേ. എനിക്ക് അദ്ദേഹം കേൾക്കുന്നുണ്ട് എന്നുള്ള ധാരണയിലാണ് ഞാൻ ഇപ്പം നിങ്ങളോട് സംസാരിക്കുന്നത്. അത്രയ്ക്കും ഇൻറ്റിമേറ്റായിരുന്നു അദ്ദേഹം എനിക്ക്. പ്രിയ വത്സല ശിഷ്യൻ എന്നൊക്കെ എഴുതുക. പ്രിയ വത്സല ശിഷ്യന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ അകതാരിൽ ഉല്ലസിപ്പിച്ചും വിളങ്ങി പൈതൽ ആവിധം. കുട്ടി ഈ തന്നെ വന്ന് കാണുന്നവർക്കൊക്കെ അകതാരിൽ ഉല്ലസിപ്പിക്കുക വിളങ്ങി പൈതലാവിധം കാർവർണ്ണൻ ഊഴിക്ക് അഖിലാണ്ഡനാഥൻ. ആരാണ് കൃഷ്ണൻ? ഈ കിടക്കുന്നത് ആരാ? ഈ പൈതൽ ആരാ? കാർവർണ്ണൻ ഊഴിക്ക്, പ്രപഞ്ചത്തിന് തന്നെ അഖിലാണ്ഡനാഥൻ. ഈ അഖിലാണ്ഡനാഥനാണ് എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ ചൈതന്യമായിട്ട് ഇരിക്കണത് എന്നുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ അറിവ് ശ്രദ്ധിച്ചാലത്തെ സ്ഥിതി എന്താ? കിസിസേ കന്നേ ടാറ്റാ ബിർളയൊക്കെ എൻ്റെ ഒപ്പാണെന്നുള്ളൊരു ധാരണ വരും. അഹങ്കാരം കൊണ്ടല്ല, സിൻസിയറിറ്റി കൊണ്ട്. ടാറ്റാ ബിർളയുടെ ആത്മാവും എൻ്റെ ആത്മാവും ഒന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഭേദഭാവനില്ല. ഇപ്പോൾ അംബാനി ഗുരുവായൂരിൽ വരുമ്പോൾ പൂർണ്ണകുംഭം കൊടുക്കും. അപ്പോൾ നമ്മളതിൽ ദോഷിക്കണ്ട. ആ അംബാനിയുടെയും എൻ്റെയും ആത്മാവ് ഒന്നാണ്. അപ്പോൾ എൻ്റെ ആത്മാവിന് എനിക്ക് കിട്ടിയിട്ടുള്ള പൂർണ്ണകുംഭമാണെന്ന് നമ്മളത് വിചാരിച്ച് നോക്കൂ. നമ്മൾ എലിവേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ കാർവർണ്ണനോഴിക്ക് അഖിലാണ്ഡനാഥൻ തൊടിച്ച ചാന്തിൻ ചുറുപൊട്ടുപോലെ നിരന്തരാഹ്ലാദമിയറ്റി മഞ്ഞിൽ നീലിച്ച വാർത്തിങ്കൾ ഉദിച്ച പോലെ. പൂർണ്ണചന്ദ്രൻ നീലനിറാണെങ്കിൽ എത്ര ഭംഗിയുണ്ടാവും. അതേപോലുള്ള ഒരു സാധനമാണ് അവിടെ കിടക്കുന്നത് എന്ന്. ആരെ? ശ്രീകൃഷ്ണൻ, ഉണ്ണികൃഷ്ണൻ, യശോദ, നമ്മുടെ മകൻ നന്ദഗോപരുടെ കുട്ടി. ഇതി ശ്രീകൃഷ്ണ കഥാമൃതേ കലികൽമഷനാശനേ ലീലാകാണ്ഡേ ഏകോനവിംശ സർഗഃ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. അത് കഴിഞ്ഞ് അടുത്ത സർഗം 20, ലീലാകാണ്ഡത്തിലെ 20-ാം സർഗം തൃണാവർത്ത മോക്ഷം. തൃണാവർത്ത വധല്ല, തൃണാവർത്തന് മോക്ഷം കൊടുത്തതാണ്. തൃണാവർത്തൻ ഒരാൾ പുല്ലിൻ്റെ പോലെ വന്നു എന്നാണ് പറഞ്ഞത് അസുരൻ. നോക്കുക,
ഒന്നാം ശ്ലോകം എന്താ പറഞ്ഞത്? ഒരു നാൾ അമ്മ അമ്പാർന്ന് മടിയിൽ കയറ്റി ഉണ്ണിയെ താലോലിച്ചും കൊണ്ടിരിക്കെ തോന്നി കാൽ ഞെരിയുന്നതായി. ഒരു നാൾ അമ്മ യശോദമ്മ അമ്പാർന്ന് സ്നേഹത്തോടു കൂടി മടിയിൽ കയറ്റി ഉണ്ണിയെ താലോലിച്ചും കൊണ്ടിരിക്കെ തോന്നി കാൽ ഞെരിയുന്നതായി. കാലിനെന്താ ഒരു വേദന. കുഞ്ഞിന്നു കനമെന്തിത്ര, എന്തിപ്പോ ഇതുവരെ ഇല്ലാത്തൊരു കനം തോന്നുന്നത് കുട്ടിക്ക്. കുഞ്ഞിന്നു കനമെന്തിത്ര, കുന്നിനെക്കാളും അത്ഭുതം. ഒരു കുന്നു മടിയിലിരിക്കണ കൊടുത്ത് തോന്നിന്ന. പോന്നൊഴിഞ്ഞാലിലേക്കേതും പൊങ്ങാഞ്ഞങ്ങു നിലത്തുതാൻ. പൊന്നൊഴിഞ്ഞാലിലേക്കേതും. എന്നാ ഇനി മടിയെന്ന് എടുത്തിട്ട് ഊഞ്ഞാൽ ഇട്ടിട്ടുണ്ട്, പൊന്നൂഞ്ഞാല. വേണമെങ്കിൽ അതിൻ്റെ കയറൊക്കെ പിന്നെ സ്വർണ്ണ നൂലൊക്കെ ആവാം. അപ്പോൾ പൊന്ന് ഒഴിഞ്ഞാലിലേക്കേതും പൊങ്ങാഞ്ഞങ്ങു നിലത്തുതാൻ. ഇവിടുന്ന് ആ കുട്ടീനെ എടുത്തിട്ട് കട്ടിലേക്ക് കടത്താൻ യശോദമ്മയ്ക്ക് പറ്റിയില്ല. എന്നാൽ ഒരു കാര്യം ചെയ്യാൻ നിലത്തിരിക്കട്ടെ എന്നായി. ഭഗവാനെ നിലത്ത് വയ്ക്കാൻ പാടില്ല എന്നുള്ളത് ഭാഗവതം നിലത്ത് വെക്കരുത്. എന്നിട്ടും വേണ്ട ഭഗവാൻ. ഭാഗവതം പ്രത്യക്ഷ കൃഷ്ണ ഏവഹിയാണ്, നിലത്ത് വയ്ക്കാൻ പാടില്ല. അത് സരസ്വതി പീഠത്തിൽ മാത്രമേ വയ്ക്കാവൂ. അത് പൊതിഞ്ഞ് വയ്ക്കണം, മഞ്ഞപ്പട്ടുകൊണ്ടൊക്കെ പൊതിഞ്ഞ് വയ്ക്കണം. ആദരവോടുകൂടി തുറക്കണം, പുഷ്പാർച്ചന ചെയ്യണം, നിവേദിക്കണം, നമസ്കരിക്കണം, തൊട്ട് തലയിൽ വയ്ക്കണം, പ്രദക്ഷിണാദികൾ ചെയ്യണം. എൻ്റെ അച്ഛൻ അങ്ങനെയൊക്കെ ഉപാസിച്ച് വന്ന ഒരാളായിരുന്നു. ഭാഗവതം ഉപാസന എന്ന് പറഞ്ഞാൽ ഭാഗവത ഗ്രന്ഥത്തെ തൊട്ട് തലയിൽ വെച്ച് പൂവ് കൊണ്ട് അർച്ചന ചെയ്ത് നിവേദിച്ച് അങ്ങനെയൊക്കെ വേണം. അപ്പോൾ ഈ കുട്ടീനെ പൊങ്ങാഞ്ഞങ്ങ് നിലത്തിരുത്തി. അപ്പോൾ ഇരിക്കേണ്ട പ്രായമായി എന്ന് നമുക്ക് മനസ്സിലാക്കുക. നിലത്തിരുത്തി വിശ്വേശ്വരനെ ഉള്ളിലേർത്തെഴുന്നേറ്റുടൻ ഭഗവാനെ യശോദമ്മ മനസ്സിൽ വിചാരിച്ചു. മടിയിലുള്ള ഭഗവാന് താഴ്ത്ത് വെച്ചിട്ട് കനം ഉണ്ടായെന്ന് പറഞ്ഞിട്ട് ഊഞ്ഞാലിലേക്ക് എത്തിയതുമില്ല. എന്നിട്ടോ വിശ്വേശ്വരനെ ഉള്ളിലോർത്തെഴുന്നേറ്റുടൻ. ഈ ഓർക്കുക എന്നുള്ളതാണ് സ്മരണ, അല്ലാണ്ട് വിശ്വസിക്കുക എന്നുള്ള വാക്ക് കമ്പാരിറ്റീവ്ലി പുരാണങ്ങളില്ല. ഇത് ഒരു നോട്ട് മോർ ദാൻ 70-75 years ഇത് എഴുതിയിട്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ കണ്ണേറിന്നു ജപിപ്പിച്ച ഭസ്മം പെട്ടെന്നെടുക്കുവാൻ. കണ്ണ്, അതായത് ഏതെങ്കിലും ഒരാൾ കുട്ടീനെ കണ്ണിടുക എന്ന് പറഞ്ഞാൽ എന്താ? ദോഷമായിട്ട് നോക്കുക. എന്ത് തടിയാ, എന്താ ഒരു ചേല്. അപ്പോൾ കണ്ണിന് ഊതാന്ന് പറയും. പണ്ടൊക്കെ ഉണ്ടായിരുന്നു, പണ്ടത്തെ കാലത്ത് വിശ്വാസം ഉണ്ടെങ്കിൽ ഒക്കെ ഉണ്ടില്ലെങ്കില്ല. അപ്പോൾ അതേമാതിരി കൊതി. ചിലവർ നമ്മൾ ഊണയൊക്കെയാണ് കണ്ടാൽ അങ്ങനെയൊക്കെ ഉണ്ട്. ചില ഹോട്ടലിലൊക്കെ നമ്മൾ ഹോട്ടലിൽ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടാവും. അതാരെങ്കിലും ആർത്തിയോട് കൂടി കണ്ടിട്ടുണ്ടെങ്കിൽ വീട്ടിൽ വന്നാൽ ദഹിക്കില്ല, ഛർദ്ദിക്കുക ആൾ. അതാണ്. അപ്പോൾ ചിലവർ പറയുമ്പോൾ ഛർദി കൊതി നാറണമെന്ന്. ഛർദി വറ്റുന്നുള്ളതാണ് നാറണത്, എന്നാലും പയരെ കൊതിക്കാം. അപ്പോൾ ഇവിടെ എന്തായി? കണ്ണേറിന് ജപിപ്പിച്ച ഭസ്മം പെട്ടെന്നെടുക്കാൻ. അതായത് ബ്രാഹ്മണരെ വന്ന് പുണ്യാഹാദികളും കയ്യിൽ ജപിച്ച ചരടൊക്കെ കെട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ കുറച്ച് ഭസ്മം ജപിച്ച് വെച്ചിട്ടുണ്ട്. ആ ഭസ്മം ഇട്ടാൽ ഭയം ആശങ്കകളൊക്കെ ഇല്ലാണ്ടാവും. അപ്പോൾ കണ്ണേറിന് ജപിപ്പിച്ച ഭസ്മം പെട്ടെന്നെടുക്കുവാൻ പോകവേ ചുഴലിക്കാറ്റായി വന്നാൻ ഒരു മഹാസുരൻ. തൃണാവൃത്തൻ, ചുഴലിക്കാറ്റ്. ഞാൻ പുല്ലേതൊക്കെ പറഞ്ഞു, എനിക്ക് ആ അക്ഷരത്തിന് വാക്ക് അർത്ഥം പറഞ്ഞത് മാത്രം. ക്ഷമിക്കണം നിങ്ങൾ, ഭഗവാനെ ക്ഷമിക്കണേ, തെറ്റ് പറഞ്ഞു ഞാൻ. പോകവേ ചുഴലിക്കാറ്റായി വന്നാൻ ഒരു മഹാസുരൻ. മൂളി അടുത്തിടും ഘോര ശബ്ദമിയെന്നവൻ. ഈ കാറ്റടിക്കുക, മഴ പെയ്യുക, ദൂരത്ത് നിന്ന് തന്നെ ശബ്ദം കേൾക്കാം, പട. അപ്പോൾ
മൂളി മൂളിയടുത്തേടും ഘോര ശബ്ദമിയെന്നവൻ വാതിൽ തള്ളിയടപ്പിച്ചും. വാതിലെ ജനലൊക്കെ തള്ളും അടപ്പിക്കും. കാരണം ഈ എന്താണെന്ന് പറയുക, വാതിൽ തിരുകുറ്റിയില്ല പണ്ടത്തെ കാലത്തൊക്കെ. ഇപ്പോഴാണ് വിജാവിരൊക്കെ വന്നത്. അപ്പോൾ അത് വാതിൽ തല്ലി അടപ്പിച്ചും മാമരങ്ങൾ പുഴക്കിയും രജസ്തമസ്സുകൾ നിറഞ്ഞുള്ളോരുൾ തട്ടുപോലവേ. രജോ ഗുണവും തമോ ഗുണവും കൂടിയിട്ടുള്ള ആശ്രീയ പ്രവൃത്തികൾ ചെയ്യുന്ന സജ്ജനങ്ങൾക്കുള്ള ദ്രോഹം. അതാണ് ഉൾത്തട്ടുപോലവേ. എങ്ങനെ? നിറഞ്ഞുള്ളോരുൾത്തട്ടുപോലവേ. പൊടി പാറിച്ചും ഇരുളാൽ ആകാശം പാടെ മൂടിയും. പെട്ടെന്ന് അന്ധകാരം, പൊടിപടലം, ഒന്നും കാണാൻ വയ്യ. പൊടി പാറിച്ചും ഇരുളാൽ ആകാശം പാടെ മൂടിയും. അങ്ങിങ്ങാർക്കും നടപ്പാനോ കാണുവാനോ പരസ്പരം ആകാത്ത മാതിരി. പരസ്പരം ആൾക്കാരെ കാണാൻ പറ്റില്ല, ആൾക്കാർക്ക് നടക്കാൻ പറ്റില്ല. എന്നിട്ടോ അങ്ങിങ്ങ് ആർക്കും നടപ്പാനോ കാണുവാനോ പരസ്പരം ആകാത്ത മാതിരി. മണൽ കല്ലേറാൽ മാഴികെ ഗോകുലം. മണൽ കാറ്റെന്ന് പറയാം. അപ്പോൾ കല്ല് വന്ന് മേലിൽ വീഴുന്ന കൂട്ടത്തിലാണ്, ശക്തി കൂടും. ആകാത്ത മാതിരി മണൽ കല്ലേറാൽ മാഴിക ഗോകുലം. ഇരുത്തിയിടത്തെ മെട്ടോ കുഞ്ഞിനെ ചെന്ന് നോക്കവേ. യശോദമ്മ ഭസ്മായിട്ട് വരുമ്പോഴേക്കും കുട്ടിയെ കാണാനില്ല. തൃണാവർത്തൻ ചുഴലിക്കാറ്റായിട്ട് വന്ന് കൊണ്ടുപോയി മേപ്പെട്ട തന്നെ. എന്തപ്പോൾ മനസ്സിലായത്? ഇരുത്തിയേടത്ത് എമ്മട്ടോ കുഞ്ഞിനെ ചെന്നു നോക്കവേ. കാണാനേറെ കരഞ്ഞും കൊണ്ട് ഉണ്ണിയെത്താൻ നിനച്ചവൾ. ഉണ്ണീന്ന് മനസ്സിൽ അല്ലെങ്കിൽ ഘോരഘോരം ശബ്ദിച്ചുകൊണ്ട് മനസ്സിൽ കുട്ടിയെ ധ്യാനിച്ചുകൊണ്ട് വിചാരിച്ചുകൊണ്ട് എവിടെ പോയി എൻ്റെ ഉണ്ണി? കാണാനേറെ കരഞ്ഞും കൊണ്ട് ഉണ്ണിയെത്താൻ നിനച്ചവൾ. ആർക്കും പറക വയ്യാത്ത മട്ടിൽ മോഹിച്ചു വീണുപോയി. മോഹാലസ്യം, അതാണ് മോഹിച്ചു വീണുപോയി. മോഹാലസ്യം കൊണ്ട് വീണു. ആർക്കും പറക വയ്യാത്ത മട്ടിൽ. നന്ദഗോപൻ കിതച്ചും കൊണ്ടെങ്ങും തേടുന്നു കുഞ്ഞിനെ. വീടിൻ്റെ 4 പുറം, വീടിൻ്റെ ഉള്ളിലെ ഓരോ സ്ഥലത്തും നോക്കി. വീടിൻ്റെ 4 പുറം കിണറ്റിലേക്കൊന്ന് എത്തി നോക്കി. കുളത്തിലൊന്നും നോക്കിയിട്ടുണ്ടാവും. മുറ്റത്തുണ്ടോ? ഗേറ്റ് കിടന്നിട്ട് പുറത്തുണ്ടോ? അടുത്ത വീട്ടുണ്ടോ? അതാണ് നന്ദഗോപൻ കിതച്ചും കൊണ്ടെങ്ങുന്ന തേടുന്നു കുഞ്ഞിനെ. കാറ്റൊന്നടങ്ങി പെട്ടെന്നു ഗോപഗോപികളെ വരും. ആ കാറ്റൊന്ന് ഒതുങ്ങി സ്ത്രീകളും പുരുഷന്മാരും ഗോപന്മാരും ഗോപികമാരും പരിഭ്രമിച്ചോടി വന്നു. കരഞ്ഞും കൊണ്ടു നിൽക്കവേ തന്നെയും കൊണ്ടുപൊങ്ങിയിടും തൃണാവർത്തനെ മെല്ലവേ. ആള് ഭൂമിയിലല്ല, ആളിപ്പോൾ റോക്കറ്റ് വിട്ട കൂട്ടത്തിൽ ആകാശത്താ. ഒരു കൊടുങ്കാറ്റായിട്ട് ചുഴലിക്കാറ്റായിട്ട് ഇങ്ങനെ മേപ്പിട്ട് കൊണ്ട്. അപ്പോൾ ഭഗവാന് തോന്നി, എൻ്റെ അമ്മ അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ അല്ലെങ്കിൽ ഗോകുലവാസികൾ അരനിമിഷം എന്നെ കാണാതേണ്ടിരിക്കാൻ വയ്യ അവർക്ക്. അപ്പോൾ ഇവനെ എങ്ങനെയെങ്കിലും ഇടിച്ച് താഴ്ത്ത് എത്തിയിട്ട്. ഇപ്പോൾ നിങ്ങൾക്ക് എത്ര ആൾക്കറിയാം, ഈ അപ്പോളോ പറഞ്ഞിട്ട് ഒരു റോക്കറ്റ് അമേരിക്ക വിക്ഷേപിച്ചു. പക്ഷേ മടക്കയാത്രയിൽ ഭൂമിയുടെ ആകർഷണ വലയത്തിലേക്ക് ക്രോസ് ചെയ്യാൻ പറ്റിയില്ല. അതിങ്ങനെ കടന്ന് തിരിയാൻ തുടങ്ങി. പള്ളികളൊക്കെ മണിയടിക്കാൻ തുടങ്ങി. നിസ്കാരമായി, ക്ഷേത്രങ്ങൾ മണിയടിക്കായി, പ്രാർത്ഥന. പക്ഷേ ഭാഗവതം പഠിച്ചവർക്കറിയാം, ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ റോക്കറ്റ് തന്നെ വരും കീഴ്പ്പെട്ട്. കാരണം ഭഗവാൻ അങ്ങനെയാണ്. റോക്കറ്റായിട്ട് തൃണാവർത്തനം മേപ്പെട്ട് കൊണ്ടുപോയി അവൻ്റെ തലയ്ക്കൊരു ഇടി കൊടുത്തപ്പോൾ ഡും കടന്നു. അതായത് ഈ ബലൂണിൽ സൂചി പഞ്ചർ വന്ന എന്താ ഉണ്ടാവുക? പെട്ടെന്നൊരു ശബ്ദം കേൾക്കും. അതാണ്. അപ്പോൾ കരഞ്ഞും കൊണ്ട് നിൽക്കവേ തന്നെയും കൊണ്ട് പൊങ്ങിയിടും തൃണാവർത്തനെ മെല്ലവേ പിടിച്ച് പൂവൽമയൊട്ടു കനപ്പിച്ചാൻ മഹാപ്രഭു. അല്ലെങ്കിൽ
ഈ യശോദമ്മയുടെ മടിയിലിരിക്കുമ്പോൾ ഒന്ന് കനിപ്പിച്ചു. അതുകൊണ്ടാണ് ഭസ്മം എടുക്കാൻ പോയതും കുട്ടീനെ ഊഞ്ഞാലിലേക്ക് വെക്കാനുള്ള സാവകാശം ഉണ്ടായില്ല, നിലത്ത് വെച്ചതും. എന്താണ് കാരണം? തൃണാവർത്തൻ വരുന്നു എന്നുള്ളത് ഭഗവാൻ മനസ്സിലായി. അപ്പോൾ ഭഗവാൻ അമ്മയെയും കൂടി ആകാശത്ത് കൊണ്ടുപോയാൽ അമ്മയ്ക്ക് പരിക്കേൽക്കൂലോ. അപ്പോൾ അമ്മയെ കൊണ്ട് തന്നെ എങ്ങനെ നിലത്ത് വെപ്പിക്കുക? ഇനിയിപ്പോൾ ഊഞ്ഞാലിൽ വെച്ചാൽ ഊഞ്ഞാലും കേട് വരില്ലേ? ഞാൻ കാരണം തന്നെ ഊഞ്ഞാൽ കേട് വരുത്തുന്നത്. എന്തൊക്കെ മാനസികാവസ്ഥയാണ് അവിടെ! ഇതൊക്കെ വായിക്കുമ്പോൾ നമ്മളവിടെ ഉണ്ട് എന്നിട്ട് വേണം നമുക്ക് അർത്ഥം പറയാൻ, എന്നാലേ ശരിയാവുള്ളൂ. ഞാനിപ്പോൾ അങ്ങനെയാണ്. എനിക്കിപ്പോൾ എൻ്റെ വീട്ടിലിരിക്കാൻ സമയമില്ല, ഈ കഥാതന്തുക്കളിൽ കൂടെ യാത്ര ചെയ്യണം. ഇതിൻ്റെ ഹാങ് ഓവർ പോവില്ല. ഇനി ഊണ് കഴിച്ച് കിടന്നാൽ ഉടനെ നേരം വിളിച്ചായാൽ 1 മണിക്കൂർ പ്രഭാഷണ. ഐ ആം ദി ഹാപ്പിയസ്റ്റ് മാൻ. കാരണം എന്താ, എനിക്ക് ഒരു 10 ദിവസം എങ്ങനെയാണ് മൈക്കില്ലാതെ കണ്ട് പാരായണം മുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്നൊരു ദുഃഖം. അപ്പോഴാണ് ഒരു വിളി, ഞങ്ങളെ ഗ്രൂപ്പിന് വേണ്ടിയിട്ട് ഭാഗവതം മൂലം ആദ്യം നമുക്ക് പറഞ്ഞു തരുമോ ചോദിച്ചു. ഓ ശരി പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ ചരട് വലിക്കണതാരാ? ഭഗവാൻ. എൻ്റെ മനസ്സിലുള്ള വൈക്ലഭ്യങ്ങൾ അല്ലേ, ബോംബെയിലത്തെ ഒരു ചേച്ചി ഇത് വായന വെച്ചിട്ട് പുസ്തകം വെച്ചിട്ട് വായിക്കണ ഒരാളുണ്ട്. അപ്പോൾ ഭഗവാനെല്ലാം അറിയാം. അപ്പോൾ അവർക്കും ഭാഗവതം ഒന്നുകൂടി ആദ്യം മുതൽക്ക് ആയുസ്സും പകലുണ്ടെങ്കിൽ എല്ലാവർക്കും അല്ലേ. ഇതിപ്പോൾ ചെറിയ കാര്യമാണോ മൂലം അർത്ഥം പറയാന്ന് പറഞ്ഞാൽ? നോട്ട് മോർ ദാൻ 2 ശ്ലോകം അല്ലാണ്ട് പോവില്ല. അപ്പോൾ എത്ര എപ്പിസോഡ് വരും? ഒരു 7000 ചില്ലാൻ എപ്പിസോഡ് വരും. 7000 ചില്ലാൻ എപ്പിസോഡ് വരുമ്പോൾ എത്ര വർഷം എടുക്കും? എനിക്ക് അറിയില്ല ഇപ്പോൾ ഇത്. അല്ല അതെ 7000 ദിവസം നല്ലല്ലേ 14,000 ആവുള്ളൂ. ഈ 2-3 കുറച്ചുകൂടി കമ്മിയാവുമെന്ന് വിചാരിക്കുക. എന്താവട്ടെ, അദ്ദേഹം എന്താ വിചാരിക്കുന്നത് വെച്ചാൽ അങ്ങനെ പോലെ. ഞാൻ അത്ര വിചാരിക്കുന്നു. ചിലപ്പോൾ ആയുസ് കൂട്ടിത്തരികയാണെങ്കിൽ ആയിക്കോട്ടെ, വായിൽ പല്ലില്ലെങ്കിലും പറയും ഞാൻ. എന്താവട്ടെ. അപ്പോൾ ഇവിടെ തന്നെയും കൊണ്ട് പൊങ്ങിയിടും തൃണാവർത്തനമല്ലവേ പിടിച്ച പൂവൽ മെയ്യൊട്ടു കനിപ്പിച്ചാൻ മഹാപ്രഭു കഴുത്തിൽ മുറുകെ പൈതൽ പിടിച്ചിട്ടെന്ന പോലെ പിടിച്ചതു വിടാതെ ഈ മട്ട് അമർത്തിയിടുന്നതെന്തിവൻ. ഭഗവാൻ പിടി വിടാന്നല്ലാതെ പിടി അമർത്താണ്. കാരണം എന്താ, താഴത്തേക്ക് ഇവനും കൊണ്ട് വേണം വീഴാൻ, ഇവനെ വിടാൻ പറ്റില്ല. പറഞ്ഞു പിടിച്ചു പൂവൽ മെയ്യിട്ടു കനിപ്പിച്ചാൻ മഹാപ്രഭു കഴുത്തിൽ മുറുകെ പൈതൽ പിടിച്ചിട്ടെന്ന പോലെ പിടിച്ചത് വിടാതെ ഈ മട്ടമർത്തിയിടുന്നതെന്തിവൻ ഓർത്തുകൊണ്ട് ഭാരത്താൽ താണു മഹാസുരൻ. കാറ്റ് പോയ ബലൂണ് പോലെ താഴത്തേക്ക് വീഴാണ്. മനസ്സിലായില്ലേ? അവിടെ നിർത്താം. ബാക്കി നമുക്ക് നാളെ പറയാം. ആ മഹാസുരൻ എന്ത് ചെയ്തു എന്ന് നമ്മൾക്ക് അടുത്ത എപ്പിസോഡിൽ പറയാം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാംശം നിർലോഭമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.